ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 3-4 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പള്ളിക്കഞ്ഞി കിട്ടിയിട്ടുണ്ട്. കുറേ ദിവസമായി പള്ളിക്കഞ്ഞി കുടിക്കണം എന്നിങ്ങനെ തോന്നണം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മൂപ്പര് രാത്രി വന്നപ്പോൾ കുറച്ച് കൊണ്ടുവന്ന്. നല്ല ചൂടുണ്ട് കേട്ടോ. അവിടുന്ന് കിട്ടുമ്പോൾ നല്ല ചൂടായിരുന്നു. ഇവിടേക്കെത്തിനും ചൂടിനൊന്നും കുറവില്ലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ. ബിരിയാണി കഞ്ഞി പോലെ ജീരകക്കഞ്ഞിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു ബിരിയാണീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഇത് കിട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ ഇങ്ങനെ കുടിക്കും. പിന്നെ മടിയായിട്ട് പിറ്റത്തെ ദിവസം കുറച്ചൊക്കെ ഉള്ളെങ്കിലും കൊണ്ടുപോയി കളയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പ്രാവശ്യം നോമ്പിന് കിട്ടിയിട്ടേ ഇല്ലല്ലോ. അപ്പോൾ അതിന് കുടിക്കണം എന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇത്ര എടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റും ഉണ്ട് കേട്ടോ കഞ്ഞിക്ക്. അപ്പോൾ ഇങ്ങനെ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഗവൺമെൻറ്റിന്ന് അവിടെ എല്ലാവർക്കും പച്ചരി നോമ്പായി കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം എത്ര നനച്ചിട്ടും പൊങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ മഴ പെയ്തപ്പോൾ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് വേറെ കൊണ്ടുവന്നതും കൂടി കൂട്ടിയിട്ട് ഞാനിപ്പോൾ ബേസിൽ വെച്ചതാണ്. ഇപ്പോൾ തെഴുത്തിട്ടുള്ള പുതിന വന്നിട്ട് നോമ്പ് തുറേൻ്റെ അന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് നല്ല വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെടി വേരൊക്കെ വന്നപ്പോൾ വേര് നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്പോൾ ആദ്യമൊക്കെ പുതിനയൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ അടുത്തുനിന്ന് എല്ലാവരും വാങ്ങിയിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പുതിന പിടിക്കുന്നേ ഇല്ല. എന്തെങ്കിലും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴു കടിക്കുക അങ്ങനെ ആയിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറയ്ക്ക് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു, പറയുന്നു കൂവ കാച്ചിയത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ചെറിയ കുട്ടി കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നല്ല രസമാണത്, എൻ്റെ അമ്മച്ചിനോട് ചോദിച്ചു നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുട്ടോ. അപ്പോൾ ഇതായിരിക്കും കുട്ടി പറയുന്നതെന്ന് വിചാരിച്ചു. പിന്നെ വത്തക്കയും കൊണ്ടും ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.